സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ ഈ ഒരു സെൻട്രൽ ബസാർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ബസാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾക്ക് വലുതും ചെറുതുമായിട്ടുള്ള 109 ഔട്ട്ലെറ്റ് ഉണ്ട്. അതായത് ട്രിവാൻഡ്രം തൊട്ട് ലേശം കണ്ണൂർ വരെ നീണ്ടു നിൽക്കുന്ന 109 ഔട്ട്ലെറ്റ് ഉണ്ട്. ഞങ്ങൾ ഈ 109 ഔട്ട്ലെറ്റ് ലേശം 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ സ്പേസ് ആണ് ഉള്ളത്. അതായത് 5000 സ്ക്വയർ ഫീറ്റിനുണ്ട്, 10,000 സ്ക്വയർ ഫീറ്റിനുണ്ട്, 2000 സ്ക്വയർ ഫീറ്റിനുണ്ട്. അങ്ങനെ പലതരം സ്ക്വയർ ഫീറ്റിന്റെ സ്പേസ് ഉള്ള വ്യത്യസ്ത ഫോർമാറ്റിലുള്ള 109 ഔട്ട്ലെറ്റാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ 80 എണ്ണം ഞങ്ങളുടെ ബ്രാൻഡ് വനിതം എന്നുള്ള ബ്രാൻഡിൽ, അതായത് 100% വനിതകൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന CFCI എന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റീവ് കൺസെപ്റ്റാണ്. അതാണ് ശരിക്കും ഞങ്ങളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 5 വർഷമായി നമ്മൾ കേരളത്തിൽ ഞങ്ങളുടെ പ്രസൻസ് അറിയിച്ചിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 40 മില്യൺ കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് 5000+ SKUs ഉണ്ട്. അതുപോലെ തന്നെ ലീഡിംഗ് ബ്രാൻഡ് ഇലക്ട്രോണിക്സ് ആയാലോ പച്ചക്കറി മാത്രമല്ല, സ്മോൾ അപ്ലയൻസസ് ഓൾ കൺസെപ്റ്റിലേക്ക് എന്നുള്ളൊരു ലെവലിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് 1.5 വർഷത്തിനുള്ളിൽ, അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഏകദേശം ഒരു 40 പുതിയൊരു ഔട്ട്ലെറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ബിഗ്ഗർ ഫോർമാറ്റ്, അതായത് 10,000+ ഫോർമാറ്റിലുള്ള 40 ഔട്ട്ലെറ്റും അതുപോലെ തന്നെ 200 കോടി രൂപ ഞങ്ങൾ 1.5 വർഷത്തിനുള്ളിൽ റീറ്റെയിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് 1300ഓളം സ്റ്റാഫ് ഡയറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ഏകദേശം ഒരു 1000ഓളം അഡീഷണൽ സ്റ്റാഫും കൂടി തൊഴിലവസരം കൂടിയാണ് ഞങ്ങൾ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ കേരള റീറ്റെയിലിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഓഫീസ് ഇവിടുത്തെ പ്രോഡക്റ്റ് ഇവിടേക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുംബൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഉടുമ്പൽപേട്ട പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സോഴ്സിംഗ് സെൻ്ററുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് റീപാക്കിംഗ് യൂണിറ്റ്, അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളായിട്ട് തൃശ്ശൂർ, അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. ഒരു റീറ്റെയിൽ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് കസ്റ്റമറുടെ അടുത്ത് എങ്ങനെ ക്വാളിറ്റിയോടെ എത്തിക്കണം എന്നുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഫിനിഷ് ചെയ്തിട്ടും അതിനെ ഫുൾഫിൽ ചെയ്തിട്ടുമാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റിൽ 1ാം നമ്പറിൽ എത്താനുള്ള ഒരു സ്പേസിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇന്ന് നെറ്റ്വർക്കിൽ കേരളത്തിൽ 2ാമത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് സെൻട്രൽ ബസാർ എന്ന ബ്രാൻഡ്. അത് 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ നെറ്റ്വർക്ക് മാത്രമല്ല സെയിൽസിലും 1ാം നമ്പർ എത്തുക എന്നുള്ളതിലൂടെയാണ് ഞങ്ങളുടെ ടീം ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. തൊടുപുഴയിൽ ശരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി. തൊടുപുഴയിൽ ഞങ്ങളുടെ ഒരു മീഡിയം സെഗ്മെന്റിലുള്ള ഒരു ഫോർമാറ്റാണ്. പക്ഷേ 1 ഇയർ ആയിട്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിനെ ഡിസൈനിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഫോർമാറ്റാക്കി ഞങ്ങൾ ഒരു ഫസ്റ്റ് ഇയർ 1ാം വർഷമാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴ നിവാസികളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇതുവരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തിരിച്ചും നിങ്ങളോട് ഒരു നന്ദി സൂചകമായി കടക്കാനുള്ള അവസരമായിട്ട് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഇതിന് ഇനാഗ്രേഷൻ വന്നിരിക്കുന്ന ടിനി ഡോമാണ്. അദ്ദേഹം വളരെ തിരക്കുണ്ടായിട്ടും ആസ് ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നിടത്തേനും പെട്ടെന്ന് ഞാൻ വന്നിട്ട് പോരാം, ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായിട്ട് മാറി ചേർന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ആൾക്ക് കൊടുക്കുന്നു, എന്തെങ്കിലും ഇതായിട്ടൊന്ന് സംസാരിക്കും. സെൻട്രൽ ബസാറിലെ അനീഷനെ വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഇതിൽ നോക്കിയാലും ഫേസ്ബുക്കിലൊക്കെ നോക്കി ഞാൻ പോകുന്ന ഇനോഗ്രേഷൻസും കാര്യങ്ങളും അത്രയും ജനകീയമായിട്ടുള്ള സത്യസന്ധത ഉള്ളതിന് പോകാറുണ്ട്. കാരണം പല ആൾക്കാരും പല സംഭവം സൈൻ ചെയ്തിട്ട് പല കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് അതിൻ്റെ ഒരു ഗുഡ് വില്ല് നോക്കിയിട്ട് പോകാറുള്ളത്. അപ്പോൾ സെൻട്രൽ ബസാർ എല്ലാവർക്കും പരിചിതമാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ സെൻട്രൽ ബസാർ അറിയാമല്ലോ, നല്ല ഇതാണ്. കാരണം നമ്മളൊരു മുഖമായിട്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ അതിലൊരു സത്യസന്ധത ഉണ്ടാവും. അല്ലെങ്കിൽ കാലേ നമ്മളെ അവിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലും. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബസാറിൻ്റെ ഈ ഒരു റീലോഞ്ച് പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാകാൻ കൂടുതൽ 100ഓളം 109 ഫ്രാഞ്ചൈസികളുണ്ട്. ഫ്രാഞ്ചൈസിൽ ഓണർഷിപ്പിൽ തന്നെ അല്ലേ. അപ്പോൾ
നിങ്ങൾ ഡയറക്റ്റ് മാനേജ്മെന്റ് ഉണ്ട് ഉള്ളതാണ്, എല്ലായിടത്തും മാനേജ്മെന്റും ഉണ്ട്. അപ്പോൾ അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എല്ലാ പരിപാടികളിലും 100 109നും റീലോഞ്ച് ചെയ്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എത്തിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സിനിമാ പ്രൊഡക്റ്റുകളും ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ബസാറിനോടൊപ്പം സഹകരിക്കുന്നതിന് വളരെ സന്തോഷം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രിന്റഡ് ഫോർമാറ്റായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തൊടുപുഴയുടെ സ്ക്വയർ ഫീറ്റ് 11,000 സ്ക്വയർ ഫീറ്റ്. അല്ലല്ല, പുതിയതായിട്ട് ഞങ്ങൾ അതിന്റെ പ്രോഡക്റ്റ് അസോർട്ട്മെന്റും ഡിസൈനും ചേഞ്ച് ചെയ്യും. അത്രേ ഉള്ളൂ. കേരളത്തിന്റെ പുറത്തില്ല, കേരളത്തിന് പുറത്തുണ്ട്. ഇപ്പൊ വരാൻ പോവാണ്, ഈ വർഷം കേരളത്തിന് പുറത്തുണ്ടാവും. അതിന്റെ ബാക്കിന്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, CFC. ഹെഡ് ഗവർണർ എറണാകുളമാണ്. തൊടുപുഴയിൽ 1 വർഷം. അല്ല, ഞാൻ പറഞ്ഞില്ല, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കയ്യിൽ ഒരു ബാക്കപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്, അത് ഏത് സ്ഥലത്തും ഉണ്ട് കോമ്പറ്റീഷൻ. അപ്പോൾ അതിനോട് ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് തൃശ്ശൂര്, എറണാകുളം 5 വർഷം മുമ്പ്. എറണാകുളം ടൗണിൽ തന്നെ ഞങ്ങൾക്ക് ബിഗർ സൈസിലുള്ള 2-3 ഫോർമ ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ ചെറുതും വലുതായിട്ട് എറണാകുളം പരിസര പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ ടൗണിൽ. ഒബ്വിയസ്ലി പ്രൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഏത് പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു സവാള എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് കർഷകരുടെ അടുത്ത് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ തന്നെ വണ്ടിയിൽ സോർട്ട് ചെയ്ത് പേക്ക് ചെയ്ത് ഞങ്ങളുടെ തന്നെ ഡെലിവറി സിസ്റ്റം, ഞങ്ങളുടെ തന്നെ ലോജിസ്റ്റിക് വെച്ച് അതിനെ സോർട്ട് ചെയ്ത് റീപാക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് ഓരോ ഔട്ട്ലെറ്റ്. ഇന്ന് തൊടുപുഴയിൽ വന്നത് രാവിലെ 3 മണിക്ക്, അന്നത്തെ പച്ചക്കറി വന്നിരിക്കുന്നത് ഇന്ന് വന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിനൊരു തേർഡ് പാർട്ടി ഏജന്റ് ഞങ്ങൾക്കില്ല. ഞങ്ങളാണ് ഇതിന്റെ A to Z സംഭവം ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഇവിടെയുണ്ട്. ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 35 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ടീം ഓഫ് ആൾക്കാരാണ്. അങ്ങനത്തെ 1300ഓളം ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് സ്ട്രെങ്ത്. തൊഴിലെ പേണവർ നോക്കേണ്ടി വരും. സെപ്പറേറ്റ് ഒരു മാത്രമായിട്ട് പറയുമ്പോൾ തീർച്ചയായും അത് ഞാൻ പറഞ്ഞില്ല. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സൈസോ സാധനത്തിന് ഓരോ എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഒരു മാങ്ങയുടെ ഒരു സൈഡിൽ 15 ദിവസമാണെങ്കിൽ അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ എക്സ്പീരിയൻസുള്ള ആൾക്കാർക്ക് അത് 15 ദിവസമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ഡെയിലി വണ്ടി പോകുന്ന എല്ലാ ഔട്ട്ലെറ്റിലും എല്ലാ പ്രോഡക്റ്റും കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് ചില ഔട്ട്ലെറ്റിൽ മാത്രമേ കൊടുക്കുള്ളൂ. കാസർഗോഡ് ഇല്ല, കാസർഗോഡ് വരാൻ പോകുന്നു. എൻ്റെ പേര് അനീഷ് കെ ജോയ്. സജീവ് കേവിയാണ് നമ്മുടെ തൊടുപുഴ സ്റ്റോറിന്റെ മാനേജർ. സ്റ്റാർട്ടിങ് തൊട്ട് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആണ് റീറ്റെയിലിൽ. അദ്ദേഹമാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, ഞാൻ ഇതിന്റെ ബിസിനസ് കോർഡിനേറ്റ് ചെയ്യുന്ന ബിസിനസ് ഹെഡ്. ഇനി ഇദ്ദേഹത്തോട് എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് സംസാരിക്കാൻ സംസാരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണോ? ആരെങ്കിലും നടന്മാരുടെ പ്രചരണത്തിന് പോകുന്നുണ്ടോ? പിഷാരടിയോ ആദ്യം സെൻട്രൽ ബസാറിനെ കുറിച്ച് പറയട്ടെ. ഞാൻ സാധാരണ ഇപ്പോൾ ഞാൻ UK പോകാൻ പറഞ്ഞു, സ്ഥിരം പുറമെ ഇപ്പൊ വിഷു ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വീട് മതി എന്ന് പറയും. ഞാൻ ഹോട്ടൽ റൂം വേണ്ട, കൂടെയുള്ള ആർട്ടിസ്റ്റുള്ള ഒരുത്തൻ കുക്കായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ പുട്ടും അതുപോലെ തന്നെ ചോറും മീനൊക്കെ മേടിച്ച് പാചകം ചെയ്യുന്നത്. കാരണം ഭക്ഷണത്തിൽ മുൻഗണന നൽകുന്നവരാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കശുവണ്ടി, അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ തന്നെ നല്ല കാടകം, എല്ലാ സാധനം ഏലക്കൊക്കെ കയറ്റി വയ്ക്കും. അതുപോലെ നല്ല കഴിവുള്ള പിള്ളേരെയും കയറ്റി വിടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ക്വാളിറ്റി ഇവിടെ കിട്ടാത്തത് എന്താണെന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ സ്റ്റോറിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതാണ്. കേരളത്തിൽ കൊടുക്കുന്ന കശുവണ്ടി ഇങ്ങനെ ഇരിക്കും, അവിടെ ചെല്ലുമ്പോൾ നല്ല കൊഴുത്തിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കാഷ്യൂനട്ടിൻ്റെ പാക്കറ്റാണ് നോക്കിയത്. പ്രത്യേകിച്ച് ഞാൻ അമ്മയുടെ 10 വർഷമായിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് പല സ്പോൺസേഴ്സും നമ്മൾക്ക് വരാറുണ്ട്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയും അവരുടെ ജനങ്ങളുടെ ഇടയിലുള്ള ഗുഡ്വില്ലും നോക്കിയിട്ടാണ് നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നത്.
കശുവണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തില് കശുവണ്ടി കൺട്രോൾ ചെയ്യുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാതിരിക്കാം, രാജ്മോഹൻ നമ്മുടെ ബ്രിട്ടാനിയുടെ ഓണർ രാജൻപിള്ളയുടെ ബ്രദർ രാജ്മോഹൻ പിള്ളയാണ് ഇതിന് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല. രാജൻപിള്ളയെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം, രാജൻപിള്ളയുടെ ബ്രദറിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന ബിസിനസ് പാളിച്ചയെ കുറിച്ചൊന്നും ഒരു പക്ഷേ വലിയ ആൾക്കാർക്ക് അറിയില്ല. അവരുടെ കമ്പനിയാണ് ഇന്നും ഇന്ത്യയിലല്ല ലോകത്തുള്ള കശുവണ്ടി പ്രിപ്പയർ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്നാണ്. അപ്പൊ ഞങ്ങൾ ഓരോ പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിലിംഗ് ആണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഞങ്ങളത് ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ അവൈലബിൾ. അപ്പോൾ ഞാൻ ആ കാഷ്നട്ടിന്റെ പാക്കറ്റ് ഞാൻ വളരെ, അതായത് ബിസിനസ് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ക്വാളിറ്റി ഞാൻ നോക്കിയപ്പോൾ, പിന്നെ പെരിഷബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് അതിന്റെ കളറും അതിന്റെ ക്വാളിറ്റി ഞാൻ നോക്കിയിരുന്നു. ശരിക്കും ഞാൻ ഇൻസ്പെക്ഷൻ വന്നതാണ് ഇവിടെ. കാരണം 100-109 സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന കർമ്മങ്ങൾ എന്നിലൂടെ നടത്തേണ്ടത്, ഉദ്ഘാടന റീലോഞ്ചിങ്ങിന്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ നോക്കിയിരുന്നു. അപ്പം ഞാനും അതിൽ സന്തുഷ്ടനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള കാര്യം. പിന്നെ അദ്ദേഹം ചോദിച്ച ഇലക്ഷൻ്റെ വർക്കല്ലേ, ഞാൻ ഈ പ്രാവശ്യം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്ഞാനേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് ആൽബത്തിൻ്റെ അത് കഴിഞ്ഞു, ലോഞ്ചിങ്ങും കഴിഞ്ഞു. നമ്മുടെ ജില്ലാ കളക്ടറായിട്ടുള്ള പ്രിയങ്ക മേഡമാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഞാനും കൈലാഷും കൂടിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെന്നാണ് ഈ പ്രാവശ്യം ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ വർക്ക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളുമായിട്ട് അത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ല. അവർക്ക് അവയർനെസ് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യണം? അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൊടുത്തിട്ട് അവരങ്ങോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ പ്രശസ്തരായിട്ടുള്ള റാപ്പേഴ്സായിട്ടുള്ള തിരുമാലി, അതുപോലെ സിംഗർ സയനോര, SD എന്ന് 3 പേരെ ഫീച്ചർ ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ വെച്ചിട്ട് തന്നെ 18 മുതൽ 25 വയസ്സുള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മളൊരു പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇന്ന് വീഡിയോ അപ്ലോഡ് ആവും. ജില്ലാ കളക്ടറിൻ്റെ പേജിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കണമെന്ന് എനിക്ക് മീഡിയയോട് പറയില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളവിടെ ഒരു പ്രസ് മീറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ കളക്ടറുമായി ചേർന്ന് ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് ഇനി തീരുമാനിക്കുന്നത്. നിങ്ങൾ സർവേ എടുക്കുമ്പോൾ ഒരിക്കലും 18 തൊട്ട് 25 വയസ്സ് വരെയുള്ളവരുടെ സർവേ എടുക്കാറില്ല. ശരിക്കും അവരാണ് ഈ തവണ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അവരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല റിസൾട്ടുകളും മാറി മറിയും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പോൾ അവരെ കൊണ്ടുവരിക എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് പേഴ്സണലായിട്ട് ബന്ധമുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് പലതും പോകാൻ സാധിക്കില്ല. പക്ഷെ മനസ്സുകൊണ്ട് അവിടെ ഉണ്ടാവും. പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ പബ്ലിക്കായിട്ട് പോകുന്ന ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അനാവശ്യമായിട്ടുള്ള തർക്കണത്. ഞാൻ പിഷാരിയടുത്ത് പറഞ്ഞത് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞത്. കാരണം അവൻ എനിക്കറിയാവുന്നിടത്തോളം